അപ്പോൾ എന്താണ് ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ, ഇത് ക്യാരക്ടർ ഇങ്ങനെ പുള്ളുവൻ നായികയുടെ അച്ഛൻ്റെ കഥാപാത്രമാണ്, പ്രധാന കഥാപാത്രമാണ്. ഞാൻ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജിനൊക്കെ ചേരൂ. വന്ദനം സിനിമയുടെ ക്ലൈമാക്സ് ഈ മൊബൈൽ ഉണ്ടെങ്കിൽ ആ സിനിമ ക്ലൈമാക്സ് നടക്കില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം കോമിക്കലായിട്ടുള്ള സാധനങ്ങൾ ചെയ്യാനാണ്. കാരണം ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എൻ്റെ സ്കൂൾ ഡേയ്സിലും എൻ്റെ ഫ്രണ്ട്സിനിടയിലും ഞാനൊരു കോമാളിയായിട്ടാണ് പലപ്പോഴും നിൽക്കാറുള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ എൻ്റെ ഈ ശരീരം കുറച്ച് വലുതായി പോയതുകൊണ്ട് പലരും എൻ്റെ ശരീരത്തിനെയാണ് സിനിമയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഡബ്ബിങ് തുടങ്ങുന്നതിൻ്റെ തലേന്ന് ഇതേ പ്രൊഡ്യൂസർ അറ്റാക്ക് വന്ന് മരിച്ചു പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും സിനിമ അയാൾ കാണുന്ന ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിലും അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാരിൽ അയാൾ കാണാത്ത സിനിമയില്ല. ഏത് സിനിമയെ പറ്റി ചോദിച്ചാലും പൃഥ്വിരാജിനോട് ചോദിച്ചാൽ ഇപ്പം രാജു ഇങ്ങനെ ഒരു സിനിമ കൊള്ളാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യുമ്പോൾ പോലും എനിക്കറിയാം 1.5 പേജുള്ള ഒരു ഡയലോഗാണ് ബി ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അത് പഠിക്കാൻ എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തന്നത് സിദ്ദിഖേട്ടനാണ്. കിട്ടാനൊരു അവാർഡും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ അവാർഡ്സും കിട്ടിയതാണ് ആ മാനസപുത്രം ചെയ്യുമ്പോൾ. എന്നോട് ഇത് സ്വരം നന്നാണ്, ഇപ്പം നീ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. ഇതിപ്പോ മായമ്മയെ കുറിച്ചുള്ളതല്ലേ, എന്നെ കുറിച്ചുള്ള പിന്നെടുക്കാം. മായമ്മയെ കുറിച്ച് പറഞ്ഞു വന്നു പോയി പകരം പറഞ്ഞു. നമുക്ക് വളരെ പ്രിയപ്പെട്ട 2 വ്യക്തികളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ വിജി തമ്പി, ശ്രീ ജയൻ ചേർത്തല. സ്വാഗതം. ഇപ്പോൾ മായമ്മ, നമുക്ക് മായമ്മയുടെ വിശേഷമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ സാർ എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷം ഒരു ത്രൂ ഔട്ട് റോൾ അഭിനയിക്കുന്നു അല്ലേ? അപ്പോൾ എങ്ങനെയാണ് സാർ ഈ സിനിമയിൽ ഒരു ത്രൂ ഔട്ട് ഒരു അഭിനേതാവായിട്ട് എത്തിയത്? എങ്ങനെയാണ്? ഞാൻ ഒരുപാട് സിനിമയിൽ ഉണ്ട് സാറിനെ തന്നെ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡയറക്ടർ രമേഷ് കുമാർ എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ്. കുടുംബപരമായിട്ട് തന്നെ അടുപ്പമുള്ള ആളാണ്. പിന്നെ അദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. അപ്പോൾ ആ ക്ഷേത്രത്തിൽ മിക്കവാറും എല്ലാ ദിവസമല്ലോ പൊയ്ക്കൊണ്ടിരുന്ന ക്ഷേത്രം. അപ്പം അങ്ങനെയൊക്കെ വളരെ അടുപ്പമുണ്ടായിരുന്നു. അപ്പം ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. ഇപ്പം ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത് കുറച്ച് നാളായിട്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ രമേശ് എന്നെ വിളിക്കുന്നു. എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല, എനിക്ക് സാറിന് കാണണം. അപ്പോൾ അങ്ങനെ രമേശ് വരാൻ പറഞ്ഞു. ഞാൻ എറണാകുളത്ത് വന്നു. രമേശ് വന്നിട്ടാണ് പറയുന്നത് ഇങ്ങനെ സാർ ഞാനൊരു സിനിമ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം പുള്ളി ചില ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ ഈ ലിങ്ക് അയച്ചാൽ ഞാൻ കാണാറുണ്ട്, അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സിനിമ ചെയ്യാൻ പോകുന്നു, നല്ല കാര്യം, നന്നായിരിക്കട്ടെ, സാറിന് അനുഗ്രഹമാണ്. ഞാൻ എപ്പോഴും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. മാത്രമല്ല എനിക്ക് ചെറിയ ആവശ്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു വേഷം അഭിനയിക്കണം. ഞാൻ ശരിയാണ്, കുഴപ്പമില്ല രമേശ് പറഞ്ഞു. അപ്പോൾ എന്താണ് ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ, ഇത് ക്യാരക്ടർ ഇങ്ങനെ പുള്ളുവൻ നായികയുടെ അച്ഛൻ്റെ കഥാപാത്രമാണ്, പ്രധാന കഥാപാത്രമാണ്. ഞാൻ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജിനൊക്കെ ചേരൂ. പുള്ളുവൻ എന്ന് പറയുമ്പം ഒരു അതൊന്നുമില്ലാത്തൊരു സ്വന്തം കിടപ്പാണം പോലും ഇല്ലാത്തൊരു പുള്ളുവൻ എന്ന് പറയുമ്പോൾ അതിനൊരു മെലിഞ്ഞ ആളൊക്കെ രൂപമൊക്കെ പുള്ളുവനില്ല, സാറിന് പോലെ ആൾ വേണം. ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. രമേഷും വളരെ എനിക്ക് ഒരു പുതിയ ഡയറക്ടറെ ഒരു പകർച്ചയൊന്നുമില്ലാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഓരോ സീനും ഷൂട്ട് ചെയ്തു. എന്നെ സംബന്ധിച്ചോളം ഞാൻ അതൊരു മറ്റു പല വേഷങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു കഥാപാത്രം ഞാൻ ചെയ്തിട്ടില്ല. ഒരു നായികയുടെ അച്ഛൻ കഥാപാത്രം, അങ്ങനെ കുറച്ചൊരു സെന്റിമെന്റ്സും കുറച്ച് അങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. അല്ലാതെ പല വേഷങ്ങളും ചെയ്തിട്ടില്ല. കുറച്ച് പഴയ കാലഘട്ടമാണല്ലോ, ഒരു മൊബൈലൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടം, ഒരു 10-30 വർഷം മുമ്പ് നടക്കുന്നൊരു കഥ. കാര്യം ഇപ്പൊ മൊബൈൽ വന്നതിന് ശേഷം നമുക്ക് പല കഥകളും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ചില കഥകളൊക്കെ പറയണമെങ്കിൽ മൊബൈൽ ഉണ്ടെങ്കിൽ ആ കഥ പറയാൻ പറ്റത്തില്ല. ചില കമ്മ്യൂണിക്കേഷൻ്റെ ആണ്. ഇപ്പൊ ഒരാളെ കാണാനില്ല, അല്ലെങ്കിൽ ഒരാളെ അത്യാവശ്യമായിട്ട് കാര്യം അറിയിക്കണം, അറിയിച്ചില്ലെങ്കിൽ ഇപ്പോൾ വലിയ അബദ്ധം പറ്റും എന്ന് പറയുന്ന ചില കഥകളൊക്കെ ഉണ്ട്. അതിപ്പോ ഈ അടുത്ത് തമാശക്കാരെ പറഞ്ഞു, മണിച്ചിത്രത്താഴ് സിനിമയിൽ ഒരു CCTV വെച്ചാൽ പോലെ എന്ന് ചെറിയ കുട്ടി പറഞ്ഞു എന്നാ പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വന്ദനം സിനിമയുടെ ക്ലൈമാക്സ് ഈ മൊബൈൽ ഉണ്ടെങ്കിൽ ആ സിനിമ ക്ലൈമാക്സ് നടക്കില്ല. അപ്പൊ അങ്ങനെ പല സിനിമകളും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഇല്ലാത്തൊരു കാലഘട്ടം. അപ്പൊ അത് മാത്രമല്ല, ഇപ്പം കേരളം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു ടോട്ടലി സിറ്റി ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം. നമുക്ക് കാസർഗോഡ് നിന്ന് കേരളത്തിലോട്ട് കയറി പാറശാല, കേരളത്തിന് പുറത്ത് പോകുന്നവരെ ഒരൊറ്റ സിറ്റി. കാരണം എവിടെ നോക്കിയാലും. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബൈപ്പാസുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് യാത്ര ചെയ്യാൻ. ഈ ബൈപ്പാസുകളുടെ ഉദ്ദേശം, നമുക്കിപ്പോ ഫോറിൻ കൺട്രീസിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഈ റോഡ് ബൈപ്പാസ് റോഡ് എന്നുള്ളത് എന്തിനാണ്? വണ്ടികൾക്ക് പോകാനാണ്. വണ്ടികൾ മറ്റു തിരക്കിൽ നിന്ന് ഒഴിവാക്കി ബൈപ്പാസ് ചെയ്ത് പോകാൻ വേണ്ടിയാണ്. ഇപ്പൊ ബൈപ്പാസ് അവിടെ കുറ്റിയടിച്ച് റോഡ് തീരുമാനിക്കുന്നതിന് മുമ്പ് അവിടെ മൊത്തം കടകളാണ് ആദ്യം വരുന്നത്. ഷോപ്പിംഗ് ഏരിയ ആയിട്ട് മാറുകയാണ്. അപ്പൊ ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞ അർത്ഥം പോലും പ്രത്യേകിച്ച് കേരളത്തിൽ ഇല്ലാതായി. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അങ്ങനെ ബൈപ്പാസിലൂടെ വന്നാൽ പോലും ഒരു ടോട്ടൽ ഒരു സിറ്റി ആയിട്ട് തോന്നുന്നിടത്ത് ഇപ്പോഴും ഗ്രാമങ്ങളുണ്ട്. നമ്മൾ പാലക്കാട് പോയാൽ പാലക്കാടൻ ഗ്രാമങ്ങളുണ്ട്. തമിഴ്നാട് അതിർത്തിയിൽ പൊള്ളാച്ചിലോട്ട് പോകുന്ന വഴിക്കുള്ള ഗ്രാമങ്ങളുണ്ട്. അതുപോലെ മധ്യ തിരുവിതാംകൂറിൽ മാവേലിക്കര, തിരുവല്ല, ചെങ്ങന്നൂർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഗ്രാമങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. ഒരു പുള്ളുവ പെൺകുട്ടി ഒരു മേൽജാതിക്കാരനായ ഒരു നമ്പൂരി യുവാവുമായിട്ടുണ്ടാകുന്ന പ്രണയം, അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ ഈ പെൺകുട്ടി എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതാണ് കഥയുടെ ഒരു
ടോട്ടലി ഒരു ഫീമെയിൽ ഓറിയന്റഡ്, ഹീറോയിൻ ഓറിയന്റഡ് സിനിമ. കുറെ കാലമായി തോന്നുന്നു അങ്ങനെ ഒരു സിനിമ. നായികയെ മാത്രം കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ഇപ്പൊ മഞ്ജു വാര്യർക്ക് തിരിച്ചു വന്നതിന് ശേഷം ഒരുപാട് സിനിമകൾ അങ്ങനെ വരുന്നുണ്ട്. എങ്കിൽ പോലും മഞ്ജു ഒക്കെ ചെയ്യുന്നത് കുറച്ച് വളരെ ബോൾഡ് ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഒക്കെയാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സാധാരണക്കാരിയായ, ഒരു നാട്ടിൻപുറത്തുകാരിയായ, ഒരു സാധാരണ പുള്ളോ പെൺകുട്ടി, അവൾ കടന്നു പോകുന്ന അതിതീക്ഷ്ണമായ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ പോകുന്നു. എനിക്ക് തോന്നുന്നൊരു ഒരു നല്ല ക്യാരക്ടറൈസേഷനാണ് അത്. അതുപോലെ ഒരു പുതിയ പെൺകുട്ടിയാണ് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന അങ്കിത വിനോദ്. ആ കുട്ടിയാണ് ആ റോൾ ചെയ്തിരിക്കുന്നത്. നന്നായി ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്കിത വിനോദ് എന്ന കുട്ടിയാണ്. ആ കുട്ടി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് ഈ സിനിമ തന്നെ ഒരു ഡെബ്യൂ സിനിമയാണ്. ഇതുവഴി തന്നെ ചിലപ്പോൾ ഒരു നല്ല നടിക്കുള്ള ഒരു അവാർഡ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്, ഈശ്വരാനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ. ചേട്ടൻ എങ്ങനെയാണ്? നമുക്ക് കുറെ വില്ലൻ വേഷങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് രൗദ്രവും ഒക്കെയാണ് വരുന്നത്. ഇതിലെങ്ങനെയാണ് ക്യാരക്ടർ? ഇതിനകത്ത് എൻ്റെ ഒരു സ്ഥിരം മാനറിസംസ് ഒന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. കാരണം തമ്പി സാറ് പറഞ്ഞ പോലെ ഈ കുട്ടിയുടെ ഒരു ജീവിതകഥയിൽ ഇവളുടെ തുടക്ക സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവളുടെ ഒരു ലൈഫ്, ഇവളുടെ നമ്പൂരി പയ്യനെ പ്രേമിക്കുകയും ഇവർ അവിടുന്ന് ഒളിച്ചോടി പോകേണ്ട ഒരു സാഹചര്യത്തിലോട്ട് എത്തിപ്പെടുകയും അച്ഛൻ കൂടെ ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഇവർ ആരും പ്രൊട്ടക്ഷൻ ഇല്ലാത്ത വരുന്ന സമയത്ത് ഇവർക്കൊരു അഭയം കൊടുക്കുന്ന ഒരു ഫാമിലിയാണ്. കുട്ടികളൊന്നും ഇല്ലാത്ത ഒരു മധ്യവയസ്കരായ ദമ്പതികളുടെ വീട്ടിൽ ഇവരെത്തി. അത്യാവശ്യം സമ്പന്നരായ ആൾക്കാരാണ്. അവരുടെ വീട്ടിൽ ഇവർ വരുന്നതും അവിടുന്ന് സ്വന്തം മകളെ പോലെ സ്നേഹിച്ച് സ്വർണവും പണവും എല്ലാം കൊടുത്ത് ഇവളെ നല്ല രീതി വിടുന്നതും പിന്നീട് ഇവർക്ക് തന്നെ ഒരു ഭാര്യയായി മാറുന്നതുമായ ഒരു ക്യാരക്ടറാണ്. അപ്പം സാധാരണ ചെയ്യുന്ന വില്ലൻ ടൈപ്പ് ക്ലീഷേ ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുള്ളത് ഇങ്ങനത്തെ ക്യാരക്ടർ, ഇങ്ങനത്തെ എന്ന് മാത്രമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം കോമിക്കലായിട്ടുള്ള സാധനങ്ങൾ ചെയ്യാനാണ്. കാരണം ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എൻ്റെ സ്കൂൾ ഡേയ്സിലും എൻ്റെ ഫ്രണ്ട്സിനിടയിലും ഞാനൊരു കോമാളിയായിട്ടാണ് പലപ്പോഴും നിൽക്കാറുള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ എൻ്റെ ഈ ശരീരം കുറച്ച് വലുതായി പോയതുകൊണ്ട് പലരും എൻ്റെ ശരീരത്തിനെയാണ് സിനിമയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. എന്നിലെ നർമ്മത്തെ തിരിച്ച്, കാരണം നമ്മൾ തമ്പിസാർ ഇരിക്കുന്നത്, തമ്പിസാറിന്റെ മുമ്പിൽ നമുക്ക് കോമാളിത്തരം നമ്മുടെ വിവേകം അനുവദിക്കില്ല. അപ്പൊ സാറ് വിചാരിക്കും ഇവൻ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതിനനുസരിച്ചൊരു ക്യാരക്ടർ ആയിരിക്കും. ജയൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുമെന്ന് തിരിച്ചറിയാൻ നമ്മളായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് എക്സ്പ്ലോർ ചെയ്യാത്തടത്തോളം കാലം ഇന്നത്തെ സിനിമയിൽ അങ്ങനെയാണ്. പുതിയ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്കിപ്പോൾ ആവുമ്പോൾ അവരൊരു ഗുരുക്കന്മാരാണ്. കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു ഗാങ്ങിൽ വരുന്നു, അവരുടെ കഴിവ് ഏതാണെന്ന് അവരെ എക്സ്പ്ലോർ ചെയ്ത് അവർ പ്രദർശിപ്പിക്കുക, പിന്നെ അവനെ തേടി വരുന്നതല്ല അതിനനുസരിച്ചുള്ള ക്യാരക്ടർ. അപ്പൊ സത്യത്തിൽ നമ്മളതൊക്കെ ചെയ്യാറ് ധൈര്യം എടുക്കുന്നുണ്ട്. അതല്ല, മറ്റുള്ളവരെ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതാണ്, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഷോക്കേസ് ചെയ്യാതെ എങ്ങനെ മറ്റുള്ളവരെന്നെ കുറിച്ച് അറിയും? സത്യമല്ലേ? ഇന്നത്തെ പുതിയ ജനറേഷൻ എനിക്ക് അവർ ഗുരുക്കന്മാരാകുന്ന അവിടെ അവരത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് പുതിയ തരം. അപ്പോൾ ഇനിയിപ്പോൾ ഞാനും ഇനിഷ്യേറ്റീവ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുക. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്. വെബ് സീരീസ് ആവട്ടെ, എന്ത് സാധനമാവട്ടെ, എനിക്ക് റീൽസ് ആവട്ടെ, എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് വഴങ്ങുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഷോക്കേസ് ചെയ്യാൻ ഞാനും കൂടെ എൻ്റെ ഒരു പ്രചാരകനായിട്ട് മാറണം. അതുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞ സോ കോൾഡ് പിന്നെ വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്തത് ഭാഗ്യവശാൽ ഹിറ്റായി. അതും ഒരു സത്യം. അപ്പൊ അങ്ങനെ വന്നപ്പം അതിൽ തുടർന്ന് പോയി. പക്ഷെ ഞാൻ എപ്പോഴും പറയും, മറ്റുള്ളതിനെ ചീത്തയാന്നല്ല, എനിക്ക് ബ്യൂട്ടിഫുൾ എന്നൊരു സിനിമയിലെ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തൊരു വിഷയം എന്താണെന്നറിയാം. ഇപ്പം ടെണ്ടുൽക്കർ ബാറ്റ് ചെയ്യുന്ന, ക്രിക്കറ്റ് എടുത്തു നോക്കുക, ടെണ്ടുൽക്കർ ബാറ്റ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ലോകത്തിൽ ഏറ്റവും എളുപ്പമുള്ള പണി എന്താ? ബാറ്റിംഗ് ആണെന്ന് തോന്നും. വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യും, നമുക്ക് തോന്നുന്നു ലോകത്തിൽ ഏറ്റവും ഏത് പൊട്ടനം ചെയ്യാവുന്ന ഒരു പണി ബാറ്റിംഗ് ആണ്. ഇതേപോലെ ലാലേട്ടനും മമ്മൂക്ക അഭിനയിക്കുന്ന കാണുമ്പം ലോകത്തിൽ ഏറ്റവും ഏത് പൊട്ടനം ചെയ്യാൻ പറ്റുന്ന പണിയാണ് നമ്മൾ ധരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. കാരണം എന്താ പറയുക, അവരത്ര എക്സ്പേർട്സാണത്. അപ്പോൾ അവരത് ചെയ്യുമ്പോൾ ആർക്കും ചെയ്യാവുന്ന തൊഴിലാണെന്ന് തോന്നിക്കുന്നത് അവരുടെ കഴിവിൻ്റെ വലിപ്പം കൊണ്ട്. അതുപോലെ നമുക്കും ചെയ്യാൻ പറ്റും, ഏത് ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കാണും. ആ ഏരിയ ഏതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് നമ്മളത് അനായാസം ചെയ്ത് പുറത്ത് ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനവും അതിൻ്റെ ഗുണവും നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ഇപ്പം നിങ്ങൾ നേരത്തെ ഈ വില്ലൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും പറയിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് ചെയ്ത് നമുക്കൊരു പ്രചാരകനായിട്ട് നമ്മൾ മാറേണ്ട ഒരു അവസ്ഥയാണ്. സംവിധാനത്തിലേക്ക് ഇറങ്ങിയത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണോ? സംവിധാനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് ഈ പറഞ്ഞ പോലെ അഭിനയിച്ചിട്ടില്ല. അതിനകത്ത് അഭിനയിക്കാൻ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പടമാണ്. അപ്പോൾ അതെങ്ങനെയാണ് യാദൃശ്ചികമായിട്ട് പ്ലാനിംഗ് ആണോ? അതിൻ്റെ ഒരു വലിയ കോമഡിയാണത്. അത് ഈ കോമഡിയാണോ ട്രാജഡിയാണോ എന്ന് അറിയില്ല. ഞാനൊരു സിനിമ സത്യത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 4-5 ക്യാരക്ടർ മാത്രമുള്ള ഒരു തുരുത്തിൽ സംഭവിക്കുന്ന ഒരു അമ്മ മകൻ ഇഷ്ടം, അതിനിടയിൽ വന്നുപെടുന്ന ഒരു സാധനം, ഒരു ഹിസ്റ്റീരിക് ആയിട്ടുള്ള ഒരു മകൻ്റെ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി സബ്ജക്റ്റ്, ഒരു സീരിയസ് സബ്ജക്റ്റ് ആയിരുന്നു, സീരിയസ് മാറ്റർ ആയിരുന്നു. അതിൽ ട്രീറ്റ്മെന്റ് മനസ്സിൽ കണ്ടിരുന്ന ജോജുവിനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിന്. അപ്പം ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കിൽ ഇരിക്കുകയായിരുന്നു.
ഉണ്ടായിരുന്നു. അത് ഹിന്ദുവിലെ ജേർണലിസ്റ്റ് ഒരു ജിനോയ് ഉണ്ട്. അപ്പോൾ ജിനോയ് ഞാനും കൂടെ സംസാരിച്ച് ഞാൻ ബേസിക്കലി ലിറ്ററേച്ചറാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ വളരെ രസമായിരുന്നു. അങ്ങനെ ആ സബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇങ്ങനെ പടം ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി ഞാനൊരു പ്രൊഡ്യൂസറെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനൊരു സബ്ജക്റ്റാണെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ എൻ്റെ കൂടെ ഈ ഒരു പടത്തിൻ്റെ അഡ്വാൻസ് അഭിനയിക്കാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഞാൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ അഭിനയിക്കാൻ ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറും പ്രൊഡ്യൂസർ എന്നെ ദുബായിൽ നിന്ന് വിളിക്കുന്നു, ജയൻ ചേട്ടാ കൺട്രോളറും സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും കൂടെ ചേട്ടനെ ഇപ്പോൾ കാണാൻ വരും, ഒരു കാര്യമുണ്ട് എന്ന് ഒന്ന് സാധിച്ചു കൊടുത്തേക്കണം എന്ന്. ശരിയെന്ന് ഞാൻ കട്ട് ചെയ്തു. ഞാൻ പുള്ളിയുടെ 50,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ശരിയെന്ന് ഞാൻ തണ്ണീർമുക്കത്ത് വേമ്പനാട് റിസോർട്ടിലിരുന്ന് ഞങ്ങളുടെ സബ്ജക്റ്റിൻ്റെ റൂമൊക്കെ എടുത്തിരുന്ന് എഴുത്ത് പരിപാടികൾ നടക്കുക. അപ്പം ഇവർ വന്നു കഴിഞ്ഞപ്പം ആ സ്ക്രിപ്റ്റ് റൈറ്ററെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഇവരോട് സംസാരിച്ചപ്പോൾ ഇതാണ് സബ്ജക്റ്റ്, ഒരു അമ്മ മോൻ ഒരു തുരുത്തിൽ സംഭവിക്കുന്ന ഒരു കഥയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് കഥയൊക്കെ ഇഷ്ടപ്പെട്ടു. അവർ ഞങ്ങൾ വന്ന വേറൊരു കാര്യത്തിനാണ്, നമ്മൾ ചെയ്യുന്ന സിനിമ, ഞാൻ അത് വേണ്ടെന്ന് വെച്ചില്ല, ഡയറക്ടർ മാറുന്നു, അദ്ദേഹം ചെയ്യുന്നില്ല, അത് ജയൻ ചേട്ടൻ ചെയ്തു തരണം. അപ്പം ഞാൻ പറഞ്ഞ് ഇത് പെട്ടെന്ന് നമ്മൾ അപ്പം എന്നിട്ട് എനിക്കൊരു 1.5 രൂപയുടെ കയ്യിൽ വെച്ചു തന്നു. എന്നോട് 2 രൂപ അഡ്വാൻസ് തന്നിരിക്കുകയാണ്, നമുക്ക് പടം ചെയ്തു തരണം. അവിടെ ഇരുന്ന് പ്രൊഡ്യൂസറെ ഇവർ വിളിച്ച് പ്രൊഡ്യൂസർ ഞാൻ ചേട്ടാ അതൊന്ന് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു കാരണം എനിക്ക് വഴങ്ങുന്ന രീതിയിൽ സ്ക്രിപ്റ്റും ഒക്കെ ഞാൻ പറഞ്ഞു അത് ഫെബ്രുവരി മാസത്തിലാണ് കഴിഞ്ഞ്. ഞാൻ പറഞ്ഞു എനിക്കൊരു 6 മാസത്തെ സമയം തരണം, ഓഗസ്റ്റിൽ ഷൂട്ടിങ് തുടങ്ങും, കാരണം ആ സ്ക്രിപ്റ്റിൽ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. കാരണം ഞാൻ അന്ന് വരെ ചിന്തിച്ചിട്ടുള്ള സബ്ജക്റ്റല്ല, അന്ന് വരെ അറിയാവുന്ന കഥ കേട്ടു അഭിനയിക്കാൻ അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തോട്ട് ഡീപ്പായിട്ട് അങ്ങനെ ആ സബ്ജക്റ്റിലിരുന്നു. അപ്പം അതിൽ കുറച്ച് കറക്ഷൻസും എൻ്റെ സജഷൻസും അങ്ങനെ വന്നാൽ അതൊരു 6 മാസം കൊണ്ട് വേറെ 2 പേരെയും കൂടെ അഡീഷണൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ കൂടെ വരുത്തിച്ചു. ഞങ്ങളതിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉർവശി ചേച്ചി വന്നു, ഇന്ദ്രൻ സേട്ടനായി, ഷമി തിലകൻ, ജോണി ആൻ്റണി, രഞ്ജി പണിക്കർ, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകൾ അതിനകത്ത് വരുന്നു. പിന്നെ അതങ്ങ് വലിയ പടമായി മാറി. അങ്ങനെ ഒരു പടമായിട്ട് മാറി. എൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു, എഡിറ്റിംഗ് കഴിഞ്ഞു, ഡബ്ബിങ് തുടങ്ങുന്നതിൻ്റെ തലേന്ന് ഇതേ പ്രൊഡ്യൂസർ അറ്റാക്ക് വന്ന് മരിച്ചു പോവുകയാണ്. അപ്പം ആ പടം കുറച്ച് ദിവസത്തേക്ക്, കാരണം അവർ ഇത്തിരി പാനിക്കായിട്ട് നിൽക്കുകയാണ്, അപ്പോൾ അത് കുറച്ച് ദിവസം അവർക്കൊരു ഗ്യാപ്പ് കൊടുക്കണം, അതിനുശേഷം എൻ്റെ ബാക്കി ഡബ്ബിങ് തൊട്ട് തുടങ്ങും. ഇപ്പോൾ തമ്പി സാർ വളരെ ചെറുപ്പത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി. എനിക്കൊണ്ട് 23-ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ സിനിമ സംഭവിക്കുന്നത് അല്ലേ? ഡേവിഡ്. അപ്പോൾ ആ സമയത്ത് അവിടെ മുതൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ സാറിൻ്റെ എല്ലാ സിനിമകളും സാർ ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, 1-2 സീനുകൾ അഭിനയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡയറക്ടർ 1-2 സിനിമ കഴിഞ്ഞാൽ ഇപ്പോൾ ദിലീഷ് പോത്തനെ പോലുള്ളവരൊക്കെ അവർ അഭിനേതാക്കളും കൂടിയാണ്. അപ്പോൾ സാറ് അന്ന് ത്രൂ ഔട്ട് ഇതുപോലെ അഭിനയത്തിലേക്ക് തിരിയാതിരുന്നതിന് കാരണം ഈ സംവിധാനത്തിലെ തിരക്ക് കാരണമാണോ? സാറൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ. ആദ്യമായിട്ട് അഭിനയിക്കുന്നത് സിനിമയിൽ 16-ാമത്തെ വയസ്സിൽ പ്രകൃതി മനോഹരി എന്ന് പറഞ്ഞ ഡോക്ടർ GS പണിക്കരുടെ സിനിമയിൽ, ആ സിനിമയിൽ അഭിനയിക്കാനാണ് ഞാൻ ആദ്യം വരുന്നത്. അന്ന് മറ്റേ ഈ ഓഡിഷൻ ചെയ്തിട്ടാണ്. അന്നത്തെ ഓഡിഷൻ എന്ന് പറഞ്ഞാൽ പത്രത്തിലൊക്കെ പരസ്യം കൊടുത്ത് എഴുതി അവിടെ പോയി അഭിനയിച്ച് കാണിച്ച് അങ്ങനെ വന്ന. പക്ഷെ എനിക്ക് അവിടെ വെച്ചാണ് എനിക്ക് തോന്നിയത് എനിക്ക് എൻ്റെ തട്ടകം ഒരു സംവിധാനമാണെന്ന് എന്തോ നമുക്ക് അങ്ങനത്തെ ഒരു ഇല്യൂഷൻ തോന്നുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനുവേണ്ടി ശ്രമം ആരംഭിച്ചു. അങ്ങനെയാണ് ബാലേന്ദ്ര മേനോൻ സാന്നിധ്യത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ നിന്നത് 5 വർഷം. അതിനുശേഷമാണ് ഡയറക്ടറാവുന്നത്. അത് മേനോൻ സാർ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് ആ സിനിമ സംഭവിക്കാൻ കാരണക്കാരൻ. ഞാൻ ഇപ്പോഴും എൻ്റെ ഗുരുവും മെന്ററും എല്ലാം അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആരംഭിച്ചതാണ് എൻ്റെ സിനിമാ ജീവിതം. ഞാൻ എൻ്റെ സിനിമകളിൽ തന്നെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോഴും ബാലേന്ദ്ര മേനോൻ സാറിന്റെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ത്രൂ ഔട്ട് സാർ ഒരു നടനായിട്ട് ആ ഒരു തിരക്കിലേക്ക് പോകാതിന്റെ കാരണം മനഃപൂർവ്വമായിരുന്നു ആ ഒരു സൈഡിലോട്ട് നോക്കാതെ. അത് അന്ന് ഒരു രസമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കൂടുതൽ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിരുന്നത് ഡയറക്ഷൻ തന്നെയാണ്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പലതിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സീരിയൽസിലും അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ മെഗാ സീരിയലിൽ ഞാൻ ഒരു മെയിൻ വേഷം ചെയ്തതാണ്. ആദ്യമായിട്ട് കേരളത്തിൽ മെഗാ സീരിയൽ ഉണ്ടാവുന്നത് ദൂരദർശന്റെ വംശം എന്ന സീരിയലാണ്. അത് നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന IAS ജയകുമാർ സാറാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അനിയൻ ശ്രീകുട്ടനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് വംശം. അതിലാണ് ഞാൻ പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. അതാണ് ആദ്യത്തെ മെഗാ സീരിയൽ. അപ്പോൾ കുറേ സിനിമകളും സീരിയലും ഒക്കെ ചെയ്തു. അപ്പോൾ അഭിനയം എന്ന് പറഞ്ഞാൽ അന്നും എനിക്ക് ഇഷ്ടമാണ്, ഇന്നും ഇഷ്ടമാണ്. കാരണം നമുക്കൊരു സംവിധായകൻ്റെതായ സമ്മർദ്ദങ്ങളില്ലാതെ ഒരു സെറ്റിൽ പോയി ഇരിക്കാൻ പറ്റുന്ന നടനായിട്ടാണ് എനിക്ക് പറ്റുള്ളൂ. മറ്റൊരു സംവിധാനം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഒരു സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഷൂട്ടിങ് തിയേറ്ററിലെത്തിയ പടം എന്തായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്തായാലും അത് തിയേറ്ററിൽ എത്തുന്നവരെയുള്ളൊരു ഭയങ്കര ഒരു സമ്മർദ്ദം ഭയങ്കരമാണ്. പക്ഷെ ഒരു നടൻ അത്ര വലിയ ടെൻഷൻ. അപ്പോൾ സ്വന്തമായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴും ടെൻഷൻ ഉണ്ടല്ലോ. അതിന് അഭിനയിക്കാൻ വേണ്ടി എനിക്ക് വേഷത്തിന് വേണ്ടി ഞാൻ സിനിമ ഇന്ന വേഷം ഞാൻ ചെയ്യുമെന്ന് സിനിമയിൽ വെച്ചിട്ടില്ല. പലപ്പോഴും എന്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്ന യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ്. അതിൽ തന്നെ ഞാനൊരു പ്രധാന വേഷം ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ നിന്നിരുന്ന ആളായിരിക്കും ശ്രീമാൻ എന്ന സിനിമയാണ്. അത് ഞാൻ എനിക്ക് വേണ്ടി വെച്ചിരുന്ന വേഷമേ അല്ലത്. അത് NL ബാലേട്ടന് വേണ്ടി വെച്ചിരുന്ന വേഷം. അദ്ദേഹത്തിന് ആക്സിഡന്റ് പറ്റി, പിന്നെ എങ്ങനെയും പടം തീർത്തേ പറ്റൂ, ആ പോഷൻ മാത്രം ബാക്കി വന്നപ്പോൾ അപ്പോഴും എന്റെ ഗുരുവായ ബാലേന്ദ്ര മേനോൻ സാറാ പറഞ്ഞു ഇനി വേറെ ആരെയും നോക്കേണ്ട തമ്പി എന്നെ വിളിച്ചാൽ. അതാണ് ഞാൻ എന്റെ സിനിമകളിൽ ഒരു പ്രധാന വേഷം എന്ന് പറയുന്നത്. ഞാൻ ടാക്സി ഡ്രൈവർ ആയിട്ടും സീൻ എഴുതി വരുമ്പോൾ
ആ സീനിന് പറ്റിയ ഒരാൾ വേണം. അപ്പൊ ചിലപ്പോൾ ശരിയാണ്, വേറെ ആരും ശരി നീ ഇങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളൂ. അത് ഞാൻ പ്ലാൻ ചെയ്ത് അങ്ങനെ റോളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മറ്റു പല സിനിമകളിലും ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി ടെൻഷൻ ഫ്രീ ആണ്. വേറെ സംവിധായക സിനിമയിൽ അഭിനയിക്കും. പല സുഹൃത്തുക്കൾ, ഇപ്പൊ കമലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. കമലിന്റെ 3 പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പലരുടെ ടി കെ രാജീവ്കുമാറിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ പൃഥ്വിരാജ് വളരെ നിർബന്ധപൂർവ്വം ഞാൻ തന്നെ ചെയ്യണമെന്ന് വെച്ചിട്ട് അയാളുടെ ഒരു സിനിമയിൽ തെമ്മാടി അങ്ങനെ ഒരു പേര് താന്തോന്നി സിനിമയിൽ ഒരു വേഷം ചെയ്തു. അങ്ങനെ കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം എനിക്ക് അന്നും ഇഷ്ടമാണ്, ഇന്നും ഇഷ്ടമാണ്. കുറച്ച് ചെയ്യാൻ താല്പര്യമുള്ളത് തന്നെയാണ്. അപ്പൊ ഇതിലിങ്ങനെ രമേഷ് എന്ന് പറഞ്ഞപ്പോ ഞാൻ സ്ഥിരം ചെയ്യുന്ന വേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വേഷമാണ് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടായതൊക്കെ ജനം പറയണം. താന്തോന്നി പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞു. പൃഥ്വിരാജിന്റെ 2ാമത്തെയോ 3ാമത്തെ സിനിമ സാറ് ഡയറക്ട് ചെയ്ത സിനിമയാണ്. 2ാമത്തെ സിനിമ നമ്മൾ തമ്മിൽ. അപ്പൊ അത് സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ സാർ പറഞ്ഞിട്ടില്ല, അതിലൊരു ഷോട്ട്, ഒരു കല്ലെടുക്കുന്ന ഒരു ഷോട്ട്, അവിടെ ഒരു പൃഥ്വിരാജ് ഒരു സംവിധായകൻ പൃഥ്വിരാജിന്റെ ഉള്ളിലുണ്ടെന്ന് അന്ന് മനസ്സിലായി. അത് വേറൊരു പുതിയത് വരുന്ന ഒരാൾക്ക് അത് സാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് പൃഥ്വിരാജ് ഡയറക്ടറാണ്, ഇത് വലിയ എമ്പുരാൻ വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു പൃഥ്വിരാജിന്റെ ഈ ഒരു വളർച്ച, അന്നത്തെ പൃഥ്വിരാജും ഒരു 23 വർഷത്തിന് ശേഷമുള്ള ഒരു പൃഥ്വിരാജും ആസ് എ ഡയറക്ടർ എന്ന രീതിയിലും? ഞാൻ തന്നെ പറഞ്ഞു, കാരണം ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ എല്ലാ ഡയറക്ടറും ഉള്ളിൽ ഒരു ആക്ടർ ഉണ്ട്. ആക്ടർ ഉള്ളുണ്ടെങ്കിലേ ഡയറക്ടർ ആവാൻ പറ്റുള്ളൂ. കാരണം ഒരു ഡയറക്ടർ ജഡ്ജ് ചെയ്യേണ്ട കാര്യം ഒരു ആക്ടറാണ്. അയാൾ അഭിനയിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അല്ല നിങ്ങൾ അഭിനയിച്ച് ശരിയായില്ല വീണ്ടും അഭിനയിക്കൂ എന്നല്ലല്ലോ പറയേണ്ടത്. നിങ്ങൾ അഭിനയിച്ചാൽ ഇന്നതാണ് മിസ്റ്റേക്ക്, അത് ഇന്ന രീതിയിൽ കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരു ആക്ടർക്കേ പറ്റുള്ളൂ. അപ്പൊ എല്ലാ ഡയറക്ടറുടെ ഉള്ളിൽ ഒരു ആക്ടർ ഉണ്ടാവും. ചിലർക്കത് ക്യാമറയുടെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്യാനുള്ള മടി ഉണ്ടാവും. പലരും അങ്ങനെ ഇപ്പം പ്രധാനമായിട്ടും ജോഷിയേട്ടൻ ഇപ്പം മലയാളത്തിലുള്ള ഏറ്റവും വലിയ സീനിയർ ആയിട്ട് ഡയറക്ടർ ഒരാളാണ്. പുള്ളി ഒരു ഇന്റർവ്യൂവിൽ എനിക്കൊന്നും തോന്നുന്നില്ല, ഇതുവരെ ഒരു ഇന്റർവ്യൂ ഇല്ല. പുള്ളിയിൽ ക്യാമറ ഫേസ് ചെയ്യാൻ പറ്റുന്ന പുള്ളിക്ക്. പക്ഷെ പുള്ളി ഒരു ആക്ടർ ഉണ്ട്, പുള്ളി ഒരു ആക്ടറാണ്. ആക്ടറാണെങ്കിൽ പുള്ളിക്ക് ഒരു ഡയറക്ടർ ആവാൻ പറ്റും. അപ്പൊ അതുപോലെ പല ഡയറക്ടേഴ്സും ആക്ടേഴ്സ് ആവുന്നു. ഇപ്പൊ രഞ്ജി പണിക്കർ, രഞ്ജി എന്റെ ഏറ്റവും സുഹൃത്താണ്, ഞങ്ങൾ അടുത്ത ബന്ധുക്കളും കൂടിയാണ്. രഞ്ജി ആദ്യമായി സ്ക്രിപ്റ്റ് എഴുതുന്നത് എനിക്ക് വേണ്ടിയാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ സിനിമ നടന്നില്ല. രഞ്ജി നടനാവുന്ന ആരും പ്രതീക്ഷിച്ചു. രഞ്ജി ഒരു സുപ്രഭാതത്തിൽ നടനായി മാറി, ഏറ്റവും തിരക്കുള്ള ആളായി മാറി. ജോണി ആന്റണി, അയാൾ ഡയറക്ടറായിരുന്നു, ഇപ്പൊ ഡയറക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഇന്ന് അതൊരു ഡയറക്ടർ അഭിനയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ട് അഭിനയത്തിൽ പോകുന്നത് അതൊരു ഇന്നത്തെ കാലത്തിന്റെ ഒരു ഇതാണോ, അത് ഈസി ആയതുകൊണ്ടാണോ? അങ്ങനെ ഈസിയുടെ അല്ല പറഞ്ഞു, ഒരു അവസരങ്ങൾ കൂടുതൽ വരുന്നോണ്ടാണോ? വരുമ്പോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ആക്ടർ എന്ന നിലയ്ക്ക് ടെൻഷൻ ഇല്ലെങ്കിൽ ടെൻഷനുള്ള ആർക്കാണ്? ആ സിനിമയെ തലയിൽ ചുമക്കുന്ന അതിന്റെ ഹീറോയ്ക്കും ഹീറോയിനും അതുപോലുള്ള മെയിൻ ആൾക്കാർ. മറ്റു ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്നവർക്ക് ആ ടെൻഷൻ വേണ്ട, അവർക്ക് എൻജോയ് ചെയ്യാം. പിന്നെ നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് ഒരു നടൻ വളർന്ന സിനിമകളിലൂടെയാണ്. ഏത് നടന്മാരെടുത്ത് നോക്കിക്കോളൂ, നിങ്ങൾ ആദ്യത്തെ എത്ര വലിയ നടന്മാരെടുത്ത് നോക്കിക്കോളൂ, അവരുടെ ആദ്യകാല സിനിമകൾ കണ്ടു നോക്കും, നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് കാണാൻ പറ്റും. അപ്പോൾ ഓരോ സിനിമകളിലൂടെയാണ് ഒരു നടൻ വളരുന്നത്. നമുക്കറിയാം, എന്റെ സിനിമകളിൽ തന്നെ പല ആക്ടേഴ്സിനെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. പൃഥ്വിരാജിനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, പൃഥ്വിരാജ് ആദ്യം അഭിനയിക്കുന്ന നന്ദനം സിനിമയാണ്. നന്ദന സിനിമയിൽ കഴിഞ്ഞ് 2ാമത്തെ വരുന്ന എന്റെ സിനിമ ഷൂട്ടിങ്ങിനാണ്, നമ്മൾ തമ്മിലാണ്. അതിൽ വന്നപ്പോൾ ഞാൻ കല്ലിന്റെ കാര്യം ഏത് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം നമ്മളൊരു അതായത് കല്ലെടുത്ത് എറിയുന്ന ഷോട്ടാണ്. അപ്പൊ ഒരു കല്ല് എടുക്കണമെങ്കിൽ അത് തലേന്ന് കല്ലെടുക്കാൻ പറയും നമ്മൾ. ക്യാമറ കല്ല വെച്ചിരിക്കുന്നത്, കൈ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ നാച്ചുറലി ഇനി ഏതായാലും പ്രത്യേകിച്ച് പുതിയൊരു ആക്ടർ ആണെങ്കിൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ കല്ലങ്ങെടുക്കും. അങ്ങനെ കല്ലെടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും രജിസ്റ്റർ ആവില്ല. കാര്യം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് സംഭവം പോകും. അപ്പൊ നമ്മളൊരു ആക്ടർ ചെയ്യുന്നത് അവിടെ ഒരു സസ്റ്റെയിൻ ചെയ്യണം. കല്ലെടുക്കുന്ന ഒരു ടൈം കൊടുത്തിട്ട് വേണം എടുക്കാൻ. പലപ്പോഴും നമ്മൾ 2 ടേക്ക് കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത് ശരിയായില്ല, ഇങ്ങനെ ഇതാണ് ആവശ്യം എന്ന് പറയുന്നത്. പക്ഷേ പൃഥ്വിരാജിനെ സംബന്ധിച്ചോളം ഞാൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയെന്നാണ് കാര്യം. പുള്ളി അത് കറക്റ്റായിട്ട്, കാരണം അയാൾ സംബന്ധിച്ച അയാൾ ഉള്ളിൽ ഒരു ഡയറക്ടർ ഉണ്ടെന്ന് എനിക്കത് മനസ്സിലായി. മാത്രമല്ല എനിക്കൊന്ന് ഇത്രയും സിനിമ അയാൾ കാണുന്ന ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിലും അല്ലെങ്കിൽ ഇപ്പോഴും ആൾക്കാരിൽ അയാൾ കാണാത്ത സിനിമയില്ല. ഏത് സിനിമയെ പറ്റി ചോദിച്ചാലും പൃഥ്വിരാജിനോട് ചോദിച്ചാൽ ഇപ്പം രാജു ഇങ്ങനെ ഒരു സിനിമ, സാർ അത് കൊള്ളാം, ഇങ്ങനെ അത് ഇന്ന ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അതിന്റെ ക്യാമറമാൻ ആരാണ്, എഡിറ്റർ ആരാണ്, മ്യൂസിക് ഡയറക്ടർ ആരാണ് എന്ന് വരെ, ഏത് ലാംഗ്വേജിലാണ്, ഇംഗ്ലീഷാണോന്നില്ല, ഇംഗ്ലീഷോ ഫ്രഞ്ചോ ജർമ്മനോ ഏത് ഭാഷയായിക്കോട്ടെ. ഇറാൻ സിനിമകളൊക്കെ അയാൾ കണ്ടിട്ടുണ്ട്. അതുപോലെ കൊറിയൻ സിനിമ, എല്ലാ കൊറിയൻ സിനിമ കണ്ടിട്ടുണ്ട് അയാൾ. അപ്പൊ ഇത്രയും സിനിമ ഇവിടെ കാണും. പുള്ളി പണ്ട് ഏറ്റവും കൂടുതൽ ഈ സിനിമയ്ക്ക് അത്രയും ഇൻവോൾവ് ആയിട്ടുള്ള ആളാണ് കമലഹാസൻ കംപ്ലീറ്റ് സിനിമകളിൽ പരീക്ഷണങ്ങളാണ്. കമലഹാസൻ കാണാത്ത സിനിമകളില്ല. കാരണം അയാൾക്ക് 24 മണിക്കൂർ സിനിമ എന്നൊരു ചിന്തയേ ഉള്ളൂ. ഊണിലും ഉറക്കത്തിലും സിനിമ എന്ന് പറയുന്നില്ലേ, അതുപോലൊരാളാണ് പൃഥ്വിരാജ്. അപ്പൊ അയാൾ ഡയറക്ടറായപ്പോൾ പലരും എന്തായാലും അയാൾ ഡയറക്ടറാകുമ്പോൾ, പക്ഷെ അയാൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ എനിക്ക് മലയാളത്തിലെ ഏറ്റവും വലിയ പടം, ഏറ്റവും ജനപ്രിയ പടമാണ് ഇപ്പൊ അയാൾ ചെയ്യുന്നത്. അതിനുള്ള കഴിവ് അയാൾക്കുണ്ട്.
അയാളുടെ അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഡയറക്റ്റ് ചെയ്യണമെന്നത്. അത് ഈശ്വരൻ ഇയാളിലൂടെയാണ് സാധിച്ചത്. എനിക്ക് തോന്നുന്നു സുഭാൻ സാർ ഒരുപാട് സാറിന്റെ സിനിമകൾ, വിറ്റ്നസ് പോലത്തെ സിനിമകളിലൊക്കെ അഭിനയിച്ചത്. അതെ, സുഹൃത്തുമായിരുന്നു. ഞാൻ പൃഥ്വിരാജിനെ കാണാൻ വേണ്ടി 28 അത് ഞാൻ വായിച്ചിട്ട് എവിടെയോ കേട്ടിട്ടുണ്ട്. വീട്ടിൽ ചെന്നപ്പോൾ ഇപ്പോൾ ചേട്ടൻ സീരിയലിൽ കുറെ തിളങ്ങി. എനിക്കൊണ്ട് തോബിയാസ് അല്ല ക്യാരക്ടർ ഇപ്പോഴും ആളുകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിലൊക്കെ തോബിയാസ് എന്ന് പറഞ്ഞ ഒരു വില്ലൻ ക്യാരക്ടർ. അതൊരു സിനിമയിൽ വരുമ്പോൾ, ഈ ഒരു സീരിയലിന് സിനിമയിൽ വരുമ്പോൾ കുറേയൊക്കെ നമ്മൾ അഭിനയത്തിലും ഒരു മാറ്റങ്ങൾ വരുത്തുന്നുണ്ടല്ലോ. അതെങ്ങനെയായിരുന്നു ചേട്ടൻ സ്വയം കയ്യിൽ നിന്ന് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നതാണോ? ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഈ തനത് നാടകം ചെയ്ത് ശീലമുള്ള ആൾക്കാരാണല്ലോ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ സീരിയൽ ചെയ്യുന്ന സമയത്ത് തമ്പിച്ചേട്ടൻ അറിയാം, തമ്പിച്ചേട്ടൻ്റെ സീരിയലിൽ ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് പലപ്പോഴും ഞാൻ പറയാറുള്ളത് ഈ പ്രോംപ്റ്റിങ് പാടില്ല എന്ന് പറയാറുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യുമ്പോൾ എനിക്കറിയാം 1.5 പേജുള്ള ഒരു ഡയലോഗാണ് ബി ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അത് പഠിക്കാൻ എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തന്നത് സിദ്ദിഖേട്ടനാണ്. ഞാൻ ചോദിച്ചപ്പോൾ സിദ്ദിഖേട്ടൻ പറഞ്ഞ നീ സ്ക്രിപ്റ്റ് പഠിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മാറ്റർ ഫുള്ളൊന്ന് വായിക്കണം. വായിച്ചിട്ട് ഇത് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, ഇത് എന്തിനു വേണ്ടി പറയുന്നു, ആരോട് പറയുന്നു, എന്താണ് വികാരം, എന്തൊക്കെയാണ് മാറ്റർ ഓർഡറിൽ നമ്മൾ ഓർത്തിരിക്കണം. അപ്പം നമ്മളൊരു വെജിറ്റബിൾ കടയെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ വെജിറ്റബിൾ മേടിക്കാൻ കടയിൽ പോയി. ആ കടയുടെ പേര് സോമൻസ് കടയിൽ നിന്നാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ തക്കാളിയും വെണ്ടയ്ക്കയും മറ്റേതും മാത്രമേ ഉള്ളൂ. അതിൽ നോക്കിയപ്പോൾ തക്കാളി ചീഞ്ഞതായിരുന്നു. ഞാൻ അതുകൊണ്ട് തക്കാളി വേണ്ടെന്ന് വെച്ച് വെണ്ടയ്ക്ക മേടിച്ചു. പക്ഷെ വെണ്ടയ്ക്ക മേടിച്ച് വഴിയിലോട്ട് വരുമ്പോൾ ഒരാൾ എന്നെ തട്ടിപ്പറിച്ച് ഉള്ളിയായിട്ട് പോയി. ഈ ഓർഡറിൽ ഈ സാധനം, ഇത് സിദ്ദിഖേട്ടൻ പറഞ്ഞത്, കാരണം പുള്ളിക്കും പ്രോംപ്റ്റിംഗ് ഇല്ലാതെ അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പം തൊട്ട് നമ്മൾ സത്യത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വെച്ചിട്ടാണ് ഈ കാര്യം എനിക്ക് പറഞ്ഞു തരുന്നത് പുള്ളി. ഇതിനുശേഷം ഞാൻ അഭിനയിക്കുന്ന സീരിയലിൽ, മാനസപുത്രയിൽ പോലും ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് അങ്ങനെ 16 പേജും 17 പേജും ഉള്ള ഒറ്റ ഷോട്ടിലാണ്. സീരിയലിൻ്റെയൊക്കെ ഒരു ഷോട്ടാണ് ഒരു സീൻ. അപ്പോൾ പാൻ ചെയ്ത് പിടിച്ച് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഞാൻ 99% എനിക്ക് പ്രോംപ്റ്റിങ് അന്നുമില്ല ഇന്നുമില്ല. ഞാനിത് പഠിച്ചിട്ട് പഠിച്ചിട്ട് പറയുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാച്ചുറലായിട്ടേ പറയാൻ പറ്റുള്ളൂ. ഈ അതിഭാവുകത്വങ്ങളൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക, നമ്മൾ ഓർഡർലി സാധനം പഠിച്ചിരിക്കുക, നമുക്ക് ബിഹേവ് ചെയ്യാനേ പറ്റുള്ളൂ, നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ സീരിയലിൽ വരുമ്പോൾ പലരുടെ ആക്ടിങ് മാറിപ്പോകുന്നതിൻ്റെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, നീ എവിടെ പോയിട്ട് വരികടാ എന്ന് ചോദിക്കുന്നതിന് പകരം ഈ പ്രോംപ്റ്റ് ചെയ്യുന്ന നീ അവൻ്റെ നീ എവിടെ പോയിട്ട് വരിക, എവിടെ പോയിട്ട് ഞാനേ ആ വീട്ടിൽ നിന്ന് വരുന്ന വഴി ഇത് നമ്മുടെ അഭിനയത്തിൻ്റെ ടെക്സ്ചറേ പോയി. അയാൾ വായിക്കുന്നു, അത് കേട്ട് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, അഭിനയമില്ല. അപ്പം ആ തിരിച്ചറിവ് സത്യത്തിൽ എനിക്ക് അന്ന് ഡയലോഗ് മുഴുവൻ കാണാതെ പഠിച്ച് പറയണം എന്ന് പറയുന്നിടത്താണ് ആദ്യത്തെ ഗുരുത്വം കിട്ടിയത്. പിന്നെ ഞാൻ ഡയലോഗ് പഠിക്കാൻ എനിക്ക് പറ്റും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. ഞാൻ ഒരു 100-108 പടത്തോളം ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഡയലോഗ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത്, പിന്നെ തമ്പിച്ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് സിനിമയല്ലാണ്ട് വേറൊരു സ്വപ്നവും. ഞാൻ എൻ്റെ പഠനം MA ചെയ്യുന്നതാണ്. ട്രിവാൻഡ്രത്ത് വെച്ച് MA കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ജോലിയാകുന്നു. അതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് സിനിമയോടുള്ള ആഗ്രഹം, ഞാൻ റിലയൻസിലും ഗോദ്രേജിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം റിസൈൻ ചെയ്തിട്ട്, സമ്പന്നനൊന്നുമല്ല, ഞാനൊരു ആവറേജ് ഫാമിലിയിൽ നിന്ന്, പക്ഷേ അതൊക്കെ കളഞ്ഞത് എനിക്ക് സിനിമയോടുള്ള ആഗ്രഹം കൊണ്ടാണ്. എന്നിട്ട് ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് കുറേ സീരിയലിന് പ്രോംപ്റ്റിങ്ങിന് നടന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറായിട്ട് KK രാജീവ് ഏട്ടൻ്റെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു സീരിയലിൻ്റെ സ്ക്രിപ്റ്റ്, ചേട്ടത്തി എന്ന് പറഞ്ഞ സീരിയലിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി. അതും കുറേ ഓടി. അതിലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല. അതിൽ ഞാൻ അന്ന് അസോസിയേറ്റ് ആയിട്ട് നിന്നിട്ട് ഞാൻ പോയി ഡബിൾ യൂണിറ്റ് വരുമ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അഭിനയിക്കുന്നത്. പക്ഷേ അഭിനയിച്ചത് ജനം അറിയുന്നുണ്ട്. അതിന് മുൻപ് ചെയ്ത എന്നെ എക്യൂപ്പ് ചെയ്യാൻ ഞാൻ ചെയ്ത ഇൻപുട്ടുകളൊന്നും അറിയുന്നില്ല. അപ്പം അതുകൊണ്ട് തോബിയാസ് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ സീരിയലാണ്. പിന്നെ ഞാൻ അഭിനയിച്ചിട്ടില്ല. കാരണം അത് ക്ലിക്കായി. ഇത് പൊട്ടൻ ലോട്ടറി അടിച്ചാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നോട് എൻ്റെ ഗുരുവായ രാജീവേട്ടൻ, KK രാജീവേട്ടൻ എന്നോട് ചേട്ടാ നീ ഈ പരിപാടി പണ്ട് എന്നോട് 2000-ൽ എന്നോട് ഞാൻ ഈ ഡബ്ബിങ് നിർത്തിക്കോ, നിൻ്റെ ശബ്ദത്തിൻ്റെ ഐഡൻറ്റിറ്റി പോകും. ഞാൻ അന്ന് നിർത്തി. പുള്ളിയുടെ സ്വപ്നം സീരിയലിൽ അഭിനയിച്ചു തുടങ്ങി. ഈ 2010 ആയപ്പം പുള്ളി എന്നോട് ചേട്ടാ നിനക്ക് ഇനി കിട്ടാനൊരു അവാർഡും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ അവാർഡ്സും കിട്ടിയതാണ് ആ മാനസപുത്ര ചെയ്യുമ്പോൾ. എന്നോട് ഇത് സ്വരം നന്നാണ്, ഇപ്പം നീ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ഓൾ ഓൺ എ സഡൻ അത് പരുന്ത് കഴിഞ്ഞിട്ടും അത് കണ്ടിന്യൂ ചെയ്തു ആ സീരിയൽ. അത് കഴിഞ്ഞിട്ട് ഞാനങ്ങ് നിർത്തി കഴിഞ്ഞ് പിന്നെ ആകപ്പാടെ ബുദ്ധിമുട്ട് വന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കാരണം വർക്കില്ലല്ലോ. പിന്നെ സീരിയൽ ഈ സെക്കൻഡ് വരെ ഞാൻ ചെയ്തിട്ടില്ല. സിനിമയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ലൈഫാണ്. എന്നെങ്കിലും നമുക്ക് മനസ്സിന് തൃപ്തികരമാകുന്ന രീതിയിൽ പോകാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയിൽ മുമ്പോട്ട് പോവുകയാണ്. ഇല്ലെങ്കിൽ ഈ സ്വപ്നത്തിലങ്ങ് തീരും. ഇപ്പോൾ സാറ് വർഷത്തിൽ 2, 3, 4 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കലു ഡെന്നി സാറിനെ പോലെയുള്ളവർ, രഞ്ജിത്ത് സാറിൻ്റെ തുടക്കം എല്ലാം സാറിൻ്റെ സിനിമകളുടെ റൈറ്റേഴ്സാണ്. അന്ന് നമുക്കൊരു റൈറ്റർ തന്നെ അവരുടെ ബയോഗ്രഫി എടുത്ത് നോക്കി കഴിഞ്ഞാൽ 3, 4 സിനിമകൾ ഒരു വർഷം സംഭവിക്കുന്നുണ്ട്. ഒരു ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്ലോയിലും. ഇന്ന്
ഒരു ഹിറ്റ് റൈറ്റർ വർഷത്തിൽ ഒരു സിനിമ, അല്ലെങ്കിൽ റൈറ്റേഴ്സ് ചെയ്യുന്ന സിനിമകളുടെ എണ്ണം ഇന്ന് കുറവാണ്. അത് എന്തുകൊണ്ടായിരിക്കും? റൈറ്റേഴ്സ് ആയാലും ഡയറക്ടേഴ്സ് ആയാലും ഇന്ന് സിനിമകൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട്, 230 സിനിമ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഒരു സംവിധായകൻ എത്ര സിനിമ ഒരു വർഷം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റൈറ്റർ നോക്കിക്കഴിഞ്ഞാൽ അത് കുറവാണ്. അല്ല, ആ സമയത്ത് ഒരു സിനിമ എത്ര ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്? 15 ദിവസം, 20 ദിവസം. ഞാൻ 12 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമ, 20 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാ? മാസങ്ങളെടുക്കും, 100 ദിവസം, മാസങ്ങളെടുക്കും. എത്ര ഷെഡ്യൂളുകൾ. മറ്റൊരു ഷെഡ്യൂൾ പടം തീർന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര അപരാധമാണ്. ഒരു പടം തുടങ്ങിയാൽ തീർന്നിരിക്കണം ഷെഡ്യൂൾ. അതായത് ഒരു മറ്റേ വാർ ഫ്രണ്ടിൽ നിന്നാണ് ഒരു സിനിമ ചെയ്യുന്നത്. അത് രാവിലെ 7 മണിക്ക് ഫസ്റ്റ് ഷോട്ട് എടുത്തിരിക്കണം. അപ്പോൾ അത് അറ്റ് എനി കോസ്റ്റ്. രാവിലെ നമ്മൾ 5, 5:30 മണി 6 മണിയാകുമ്പോൾ ഇറങ്ങാണ് റൂമിൽ നിന്ന്. നേരെ ലൊക്കേഷനിൽ പോയി സെറ്റ് ചെയ്യാൻ 7 മണിക്ക് തുടങ്ങി രാത്രി 9 10 മണി വരെ, അല്ലെ ചിലപ്പം എക്സ്റ്റൻഡായി പോവുകയും ചെയ്യും. ഞാൻ 7 ദിവസം ഉറങ്ങാതെ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരു നിമിഷം പോലും ഉറങ്ങാതെ. കാലാൾപ്പട എന്നൊരു സിനിമ, അതിന്റെ ക്ലൈമാക്സ് തിരുവനന്തപുരത്ത് ഗസ്റ്റ് ഹൗസ്, ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ്. അത് പൊളിക്കും എന്ന് പറഞ്ഞ കാരണം അത് പൊളിക്കുന്നില്ല, അത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ എടുത്ത് തീർത്തേ പറ്റൂ. കാരണം അത് ഗവൺമെന്റ് പിന്നെ പുറകടക്കാം. നമ്മൾ ഒരുപാട് കമ്മിറ്റ് ചെയ്ത് പോയി, തീർത്തേ പറ്റൂ. അങ്ങനെ തീർത്തേ പറ്റുന്ന 7 ദിവസം കണ്ടിന്യൂസ് 24 hours ഷൂട്ടിങ്. 2 യൂണിറ്റ്, 2 ക്യാമറമാൻ, 2 ഏറ്റവും ഒന്ന് സന്തോഷ് ശിവൻ, ഒന്ന് KGJ, 2 ക്യാമറമാൻമാര്, 2 യൂണിറ്റ് അവിടെ ഫുൾ. അത് കുറെ സ്ഥലത്ത് ആക്ഷൻ സീക്വൻസ് എടുക്കുന്നു, മറ്റൊരു സീൻസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങും, പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഷൂട്ടിംഗ് നിർത്തും, റൂമിൽ പോയി കുളിക്കും, വീണ്ടും പോയി 7 മണിക്ക് തുടങ്ങും. അങ്ങനെ കണ്ടിന്യൂസ് 7 ദിവസം. പക്ഷെ അത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്നിപ്പോ സിനിമ ഭയങ്കര റിലാക്സ്ഡ് ആണ്. നേരത്തെ പലരും പറയുന്ന പോലെ ഇപ്പം പണ്ടങ്ങനെയല്ല. പണ്ട് ഫിലിം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിലിം ഒരു റോളിൽ നിന്ന് ഭയങ്കര വിലയാണ്. അപ്പൊ എത്ര ഫിലിം നിങ്ങൾ എക്സ്പോസ് ചെയ്യും എന്നുള്ളത് പോലും ബഡ്ജറ്റിൽ വ്യക്തമാണ്. അതൊരു ഡയറക്ടർ ഒരു ക്രെഡിബിലിറ്റിയുടെ ഭാവമാണ്. അയ്യോ, അയാളെ വിളിക്കുക കേട്ടോ, അയാൾ ഫിലിം തിന്നുന്ന ആളാണെന്ന് പറയും. ചില ആർട്ടിസ്റ്റുകൾ വിളിക്കും, ചില ആർട്ടിസ്റ്റുകൾ പേരുകളുണ്ട്. മറ്റേ ഈസ്റ്റ്മാൻ, മറ്റേത് ഫ്യൂജി പേരാണ്. ഇവന്മാർ ഫിലിം തിന്നുന്നില്ല. അപ്പൊ അവർ വിളിക്കുക കേട്ടോ, അവർ വിളിച്ച് അയ്യോ ടേക്ക് ഔട്ട്, ഫിലിം തിന്നുന്നവരാണെന്ന് പറയും. അപ്പൊ അത് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ 8-9 റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ക്യാമറമാൻ ഓക്കെ ആവണം, ഡയറക്ടർക്ക് ഓക്കെ ആവണം, എല്ലാവർക്കും ഓക്കെ ആയി കഴിഞ്ഞിട്ടാണ് ടേക്ക് എടുക്കുന്നത്. പിന്നെ ടേക്ക് എടുത്താലോ പണ്ട് ക്യാമറമാനിലാണ് ടോട്ടൽ ഡിപ്പെൻഡന്റ്, ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്ന ക്യാമറമാനാണ്. കാരണം ക്യാമറമാൻ ഇത്രയും വലിയ സ്ക്രീനിൽ കാണുന്ന സാധനം ഒരു തീപ്പെട്ടി കൂടിന്റെ വലുപ്പത്തിലാണ് പുള്ളി കാണുന്നത്. കണ്ട് ഒരു ഷോട്ട് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ക്യാമറമാനോട് ചോദിക്കുന്നു ഓക്കെ ആണോ. ക്യാമറമാൻ ഓക്കെ പറഞ്ഞാലേ ഷോട്ട് ഓക്കെ ആവുള്ളൂ. ഇന്നിപ്പോ ക്യാമറമാനൊന്നും ഒരു വിലയില്ല. എവിടെ എന്ത് ഷൂട്ട് ചെയ്താലും അപ്പുറത്ത് ഒരു CG യിൽ എന്ത് വേണേലും ചെയ്യാം. ലൈറ്റ് ആഡ് ചെയ്യാം, കളർ മാറ്റാം, എന്ത് വേണേലും ചെയ്യാന്നുള്ള അവസ്ഥയായി. ഇപ്പം കമ്മ്യൂണിക്കേഷൻസും ഇല്ല. ക്യാമറമാൻ എവിടെയോ ക്യാമറ വെച്ചോണ്ടിരിക്കുന്നു, ഡയറക്ടർ എവിടെയോ മോണിറ്ററിന് മുമ്പ് ഇരിക്കുന്നു, മൈക്കിൽ വിളിച്ചു വന്ന് ഷാട്ടും കെട്ടും പറയുന്നു. കാലഘട്ടം മാറി, ഡിജിറ്റലായി. ഇപ്പം 4-5 പ്രാവശ്യം അഭിനയിക്കാം, ഏത് രീതിയിലും അഭിനയിക്കാം. റിഹേഴ്സൽ വേണ്ട, ടേക്ക് എടുക്കാം, പറ്റിയില്ല വീണ്ടും എടുക്കാം. ഞാൻ ഒരു സിനിമ പല രീതിയിൽ ഈസിയായി, സിനിമയുടെ ഒരു സീരിയസ്നെസ് പോയി. പക്ഷെ കാലഘട്ടം അനുസരിച്ച് കണ്ടന്റുകൾ മാറുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെയായാലും സിനിമ ആത്യന്തികമായിട്ട് പ്രേക്ഷകരിലേക്ക് സിനിമ എത്തിയാൽ മാത്രമേ സിനിമ വിജയിക്കത്തുള്ളൂ. വിജയിക്കുന്ന സിനിമയുടെ പുറത്ത് ഒരു നാച്ചുറലി അതിന് എത്ര മോശം പടമായാലും എല്ലാ നല്ല സിനിമകളും വിജയിക്കണമെന്നില്ല. വിജയിക്കുന്ന എല്ലാ സിനിമകളും നല്ല സിനിമകളും ആവണമെന്നില്ല. ഭാഗ്യവും ചില പോയിന്റുകളൊക്കെ ഉണ്ട്. ചില സിനിമകൾ നമ്മൾ കണ്ടിട്ട് സൂപ്പർ ഹിറ്റായ സിനിമകൾ ഇതെങ്ങനെ ഹിറ്റായി എന്ന് തോന്നിയിട്ടുണ്ട്. ചില സിനിമകൾ നമ്മളിപ്പോൾ കാണുമ്പോൾ ഒട്ടും ഓടാത്ത സിനിമകൾ ഈ കഷ്ടമായി പോയി, നല്ല സിനിമ എന്തുകൊണ്ട് ഓടിയില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അതെല്ലാം ഓരോ വിധിയാണ്. ഇപ്പോൾ ഡേവിഡിലാണ് സന്തോഷ് ശിവൻ സാർ എനിക്ക് തോന്നുന്നു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരുന്നത്. പിന്നീട് സാറിന്റെ കുറെ സിനിമകൾ ചെയ്തു. ഇപ്പൊ ഇന്ന് നമുക്കറിയാം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വരെ ആദ്യത്തെ അതെ. അപ്പൊ ഏത് ലെവലിൽ എത്തി എന്നുള്ളതാണ്. അപ്പൊ സാർ ഒരുപാട് പേരെ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു റിസ്ക് എടുത്ത് ഇവരെല്ലാരും കൊണ്ടുവന്നു. അപ്പോൾ ഇനിയിപ്പോ എങ്ങനെയാണ് സാർ ഇപ്പൊ അടുത്തൊരു ഇതേപോലെ തന്നെ റിസ്ക് എടുത്തിട്ട് കുറെ പുതിയ ആളുകളെ കൊണ്ടുവരുമ്പോ എന്താണ് ഇപ്പൊ സാറിന്റെ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ? ഞാൻ ഒരു കാര്യത്തിലും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ എന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്റെ വിശ്വാസങ്ങളാണ്. എന്റെ ഈശ്വര വിശ്വാസവും എന്റെ അച്ഛനും അമ്മയും ചെയ്ത പുണ്യത്തിന്റെ പേരിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. ഞാനൊരു വലിയ ടെക്നീഷ്യനാണെന്നോ വലിയ കലാകാരനാണെന്നോ ഒന്നും അവകാശപ്പെടുന്നില്ല. അപ്പൊ ഞാനൊരു ഭാഗ്യത്തിന്റെ എനിക്ക് വളരെ സപ്പോർട്ടിങ് ആയിട്ടുണ്ട്. പിന്നെ ഈശ്വരാനുഗ്രഹം സപ്പോർട്ടിങ് ആയിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു സിനിമകൾ സംഭവിക്കുകയാണ്, അല്ലാതെ ഞാൻ വലിയ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് സിനിമകൾ പലതും നടന്നിട്ടില്ല. മോഹൻലാലിനെ വെച്ചിട്ട് സിനിമ ചെയ്യണമെന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ആദ്യത്തെ സിനിമ മോഹൻലാലിന് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത ആളാണ്. ഒരു മോഹൻലാലിനെ വെച്ചിട്ട് സിനിമയുടെ പൂജ വരെ കഴിഞ്ഞാണ്, ആ സിനിമ നടന്നില്ല. എന്ന് വെച്ച് നടക്കാൻ വിധിക്കപ്പെട്ടതല്ല എന്ന് വിചാരിക്കുന്നതാണ്. അപ്പൊ അടുത്തൊരു സിനിമ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് സംഭവിച്ചാൽ അടുത്ത സിനിമയായിട്ട് സംവിധാനം നൽകിയാൻ പറ്റും. ഇല്ലെങ്കിൽ ഇത് നടനായിട്ട് ഇനിയൊക്കെ കാണും കേട്ടോ. ഇപ്പൊ അഭിനയത്തിൽ ഇങ്ങനെ പോകുന്നു അല്ലെ, സംവിധാനം സംഭവിക്കാൻ പോകുന്നു. ഈ വർഷം മിക്കവാറും സംഭവിക്കുന്നു. സിദ്ദിഖിനെ കുറിച്ചും പറയണം. എനിക്ക് തോന്നുന്നു സിദ്ദിഖ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ മായമയെ കുറിച്ചുള്ളതല്ലേ, എന്നെ കുറിച്ച് പിന്നെടുക്കാം.
മായമ്മയെ കുറിച്ച് പറയും. ഇതിനിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു വന്നു പോയി പകരം പറഞ്ഞു. അപ്പോൾ മായമ്മയിലേക്ക് വരാം. അപ്പോൾ മായമ്മ ജൂൺ 7-നാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ മായമ്മയെ കുറിച്ച് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന വർഷമാണ്. അതെ, മായമ്മ എന്ന് പറയുമ്പോൾ നമ്മളൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നൊരു നാവൂറ് പാട്ടിന്റെയും ഈ പുള്ളോ പാട്ടുകളുടെയും അങ്ങനെ പുള്ളുവിന്റെ പശ്ചാത്തലത്തിൽ പിന്നെ ഒരുപാട് ഗ്രാമീണ കഥാപാത്രങ്ങൾ നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഗ്രാമീണ കഥാപാത്രങ്ങളുള്ള ഒരു സ്ത്രീപക്ഷ സിനിമയാണ്. ആ സിനിമ എല്ലാവരും കാണണം, തിയേറ്ററിൽ പോയി കാണണം. കാര്യമല്ല ഞാൻ OTT വരട്ടെ കാണാം അല്ലെങ്കിൽ ഞാൻ ചാനൽ വരട്ടെ കാണാമെന്ന് വെയിറ്റ് ചെയ്തത്. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം. തിയേറ്ററിൽ പോയി കണ്ട സിനിമ വിജയിപ്പിക്കണം. പിന്നെ ദയവ് ചെയ്ത് തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് ആരും നിരൂപണം ഇട്ടുള്ളത്. ഇപ്പൊ ഒരു നിരൂപണത്തിന്റെ കാലമാണ്. ആദ്യം നിരൂപണം നോക്കിയിട്ടാണ് സിനിമ കാണണോ വേണ്ടത് തീരുമാനിക്കുന്നത്. ഞാൻ കാണുന്ന സിനിമ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പം ജയൻ ഇഷ്ടപ്പെടുന്നത്. ജയൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ജയൻ ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അത് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ പെർസ്പെക്റ്റീവാണ്. അപ്പൊ നമ്മളൊരു നിരൂപണം ഇടുന്നവൻ അവന്റെ പെർസ്പെക്റ്റീവിലാണ് ഇടുന്നത്. അപ്പൊ എന്തിനാ അങ്ങനെ സിനിമയെ തൊലിക്കുന്നത്? അവർ പോയി കാണട്ടെ, പ്രേക്ഷകർ കാണട്ടെ. നിരൂപണം ഇടണോ 2-3 ആഴ്ച ഇട്ടോ, അല്ലെങ്കിൽ നല്ലത് ഇടണ്ട ചീത്ത ഇടണ്ട. ചില പറയാ നല്ലതാണ് ഇട്ടോ, മോശമാണ് ഇട്ടോ. എന്തിന്? നല്ലതും വേണ്ട മോശവും വേണ്ട. പ്രേക്ഷകൻ പോയി കണ്ട് സിനിമ അവർ തീരുമാനിക്കട്ടെ കൊള്ളാമോ ഇല്ലയോ. എന്തിനാ അവരെ മസ്തിഷ്കത്തിൽ കയറി നിങ്ങൾ പ്രക്ഷാളനം നടത്തേണ്ട ആവശ്യം എന്താ? അവർ പോയി കാണട്ടെ. എന്തായാലും ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർ വരട്ടെ. പ്രേക്ഷകർ വരണം തിയേറ്റർ. ഇപ്പം നല്ല ട്രെൻഡ്. 2024 മിക്കവാറും എല്ലാ സിനിമകളും സക്സസ് ആവും. ആളുകൾ തിയേറ്ററിൽ വീണ്ടും വന്നു തുടങ്ങി. തിയേറ്ററിലേക്ക് ആൾക്കാർ വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. വരട്ടെ, സിനിമകൾ ഉണ്ടാവട്ടെ. സിനിമകൾ എന്നും ഉണ്ടാവണം. എത്രയോ ആൾക്കാരാണ് ഇൻഡസ്ട്രി കൊണ്ട് ജീവിക്കുന്നത്. ഒരു നടന്മാരുടെയോ ഒരു ടെക്നീഷ്യൻസിന്റെയോ അല്ല. ഇവിടെ തിയേറ്ററിനകത്ത് ഒരു കടയിട്ട് നടത്തുന്നത്, പുറത്ത് കാർ പാർക്കിങ്ങിന് ഒരു കൂപ്പൺ കൊടുക്കുന്ന ആൾ പോലും ഈ സിനിമ കൊണ്ട് ജീവിക്കുന്നവരാണ്. അതുപോലെ എത്രയോ പേര് സിനിമ കൊണ്ട് ജീവിക്കുന്നു. അവരൊക്കെ ജീവിക്കണ്ടേ? ഒരു വലിയ ഇൻഡസ്ട്രി അല്ലേ. എന്തായാലും താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.